നമ്മളിപ്പോൾ ഉള്ളത് കോവളത്താണ്. ഇപ്പോൾ കോവളം ബീച്ചിൻ്റെ ഒരു പരസ്യ ബോർഡാണ് ഇതിൻ്റെ സ്പീഡ് ബോട്ട് റൈഡ് കോവളം ബീച്ച്, കോവളം വാട്ടർ സ്പോർട്സ് ബോട്ടിംഗ് റൈറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോവളം ബീച്ചിൻ്റെ, നമ്മൾ നല്ല വെയിലാണിവിടെ. ഇത് തിരുവനന്തപുരം കോവളം ബീച്ചാണ്. ദൂരെ നിന്നുള്ള ഇതൊക്കെ നമുക്ക് കാണാം. ഇതാ ഒരു കുറച്ച് ദൂരെയായിട്ടൊരു പള്ളി കാണുന്നുണ്ട്. ആൾക്കാർ കുളിക്കുന്നതൊക്കെ കാണാം. വലിയ തിരയില്ല, ആൾക്കാർ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. കണ്ടോ, നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. ഒരു നിക്കറ് ഉണ്ടായിരുന്നെങ്കിൽ കടലിറങ്ങി കുളിക്കായിരുന്നു സുഖമായിട്ട്. നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഇതങ്ങ് അവിടെ വരെയും ബീച്ചാണ്. ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, പാറപ്പുറത്തൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ കോവളത്ത് 2-3 ബീച്ചുകളുണ്ട്. അപ്പുറത്തൊരു ലൈറ്റ് ഹൗസൊക്കെ ഉള്ളൊരു ബീച്ചുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പിന്നീട് ഒന്നുകൂടെ ഉണ്ട്. അപ്പോൾ ഇത് ആണ് ഇങ്ങനെ ഇവിടുത്തെ ഒരു ബീച്ച്. ഇതെന്തോ ഒരു ബീച്ച് പേര് പറയുന്നുണ്ട്. ഓരോ ബീച്ചിനും ഓരോ പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല, ഇനി ആരുടെയും ചോദിക്കേണ്ടി വരും. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അതൊക്കെ റിസോർട്ടുകളാണ്. ആ വെളുത്തിങ്ങനെ ചരിഞ്ഞ് കാണുന്ന മുഴുവൻ ഒക്കെ വെള്ളക്കാരാണ് വന്ന് താമസിക്കുന്നത് കൂടുതലും അതിനകത്ത്. ഇതിപ്പോൾ ഒരു സായിപ്പും പിന്നെ മാതാമയും വരുന്നുണ്ട്. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കുളിച്ചുകൊണ്ട് കഴിഞ്ഞ് വരികയാണ്. ഇതൊക്കെ സായിപ്പന്മാരാണ് നടന്നു പോകുന്നവരൊക്കെ. നമ്മുടെ ഇന്ത്യക്കാരാണ് കൂടുതൽ കുളിക്കുന്നത്. എന്തോ ടൂറിസ്റ്റ് ബസ്സിന് വന്നവരാണ്. അവർ സെക്ഷനായിട്ട് ഫുള്ള് പിള്ളേരും വലിയവരും ഒക്കെ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല പൊരിയുന്ന വെയിലാണിപ്പോൾ. ഇത് ബീച്ചിൻ്റെ മുകളിലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ മുകളിലെല്ലാം റിസോർട്ടുകളാണ്. അത് അവിടെയൊക്കെ ഇങ്ങനെ കറുത്ത് കാണുന്നതൊക്കെ റിസോർട്ടിൻ്റെ മേൽക്കൂരയാണ്. ഇത് വഞ്ചികളൊക്കെ ഉണ്ട് ഇവിടെ. വഞ്ചി ഇരിപ്പുണ്ട്. മീൻ പിടിക്കുന്നവരുടെ വഞ്ചിയാണിത്. ഇതവിടെ ആ പള്ളിയുടെ അവിടെ കുറേ കടകളുണ്ട്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസും കാണുന്ന അതേ കടകൾ പിന്നെ സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇതെല്ലാം വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ആൾക്കാരെല്ലാം വൈകുന്നേരമായ ആണ് തിരക്ക് കൂടുന്നത്. ഇപ്പോൾ ഈ വെയിലായതുകൊണ്ട് ഉച്ച നേരമാകാൻ പോകുന്നു. അതുകൊണ്ട് ആൾ കുറവാണ്. സ്പീഡ് ബോട്ടുകളുണ്ട്. ഇവിടുന്ന് നമുക്ക് വിഴിഞ്ഞം വരെ നമ്മളെ കൊണ്ടുപോകാൻ 3000 രൂപ റേറ്റ്, വിഴിഞ്ഞം ഹാർബർ വരെ. പിന്നെ ഇതിനപ്പുറത്തെ ബീച്ചുകൾ വഴി ഇങ്ങനെ പോകുന്നത് 2000, 1000 രൂപ മുതൽ പിന്നെ താഴെ മുകളിലോട്ടാണ്. ഇതിപ്പോൾ അതേ കണ്ടോ, ഒരു കൂട്ടർ പോയിട്ട് സ്പീഡ് ബോട്ടിൽ വരുന്നതുണ്ടോ. 4 പേർക്ക് പോവാം. അതൊന്ന് കരയ്ക്കടുക്കാൻ പോവാണ്. അതാണ്ടോ ആ ബോട്ട് അവിടെ നിന്ന്. ഒരുപാട് ബോട്ട് കിടപ്പുണ്ട്. ആൾക്കാരൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കും. രസമാണ്. പോക്കറ്റ് കാശുണ്ടെങ്കിൽ നമുക്കെല്ലാം രസമാണ്. വിഴിഞ്ഞം വരെ ഇവിടുന്ന് തന്നെ പോയി നമുക്ക് ഹാർബർ പുതിയത് കാണാമായിരുന്നു. കപ്പൽ വന്ന് കിടക്കുന്നിടം വരെ കാണിക്കാമെന്ന് പറഞ്ഞവർ. 3000 രൂപയാണ് റേറ്റ്.
ഇവരൊക്കെ സ്പീഡ് ബോട്ടിൻ്റെ ആൾക്കാരാണ്. വേണ്ട 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 ഇല്ല, ഇപ്പോൾ വേണ്ട. ഞങ്ങൾ ആലപ്പുഴ പോകുന്നുണ്ട്. അവിടെ മറ്റേ ബോട്ടേ കയറാമെന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. കടലിലാണ് രസം, നമ്മൾ കയറിയിട്ടുള്ളതാണ്. എന്നാലും ഇപ്പോൾ വേണ്ട. ഞങ്ങൾ വേറെ ഒരു ഫാമിലിയുണ്ട്, അവർക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഒഴിവാക്കിയത്. അല്ലെങ്കിൽ പിഴിഞ്ഞവരെ പോകാമെന്ന് വിചാരിച്ചതാണ്. ആലപ്പുഴ ഹൗസ് ബോട്ടിൻ്റെ ചെറിയ വഞ്ചിയിലേ പോകുന്നുണ്ട്. ഹൗസ് ബോട്ട് വലുതെടുക്കണമെങ്കിൽ വലിയ പൈസയാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതെന്ത് കേരള കോവളം ടീഷർട്ട് എന്താ വില? 150. വലിയ എത്ര സൈസ് ഉണ്ട് അതിൽ? ഡബിൾ എക്സൽ വരെ. കുട്ടികളുടെയോ? എങ്ങനെ? നമ്മുടെ വലിയവരുടെ? ഓ ശരി ശരി. അതിനകത്ത് കോളറുള്ളതില്ലല്ലേ? ഓ ശരി ശരി. കോളറും പോക്കറ്റും ഇല്ല. കേരള എന്നുള്ള അത് ശരി. ഓക്കെ ഓക്കെ. കേരള കോവളം കുട്ടികളുടെയൊക്കെ ഉണ്ട്. കണ്ടോ? സായിപ്പ് ചായ കുടിക്കുന്നു. No. गाड़ी में അപ്പോൾ ഇതൊക്കെയാണ് കോവളത്തെ കാഴ്ചകൾ. കോവളം ബീച്ചിൽ ഇനിയും 2-3 ബീച്ചുകളുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ബീച്ചിലാണ് വന്നത്. ഞാൻ ആദ്യം പണ്ട് വന്നിരുന്നൊരു ഒരു ലൈറ്റ് ഹൗസ് ഉള്ളൊരു ഗോപുരന്മാരി ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. അതുള്ളതിൻ്റെ അപ്പുറത്തെ ബീച്ചിലേക്കാണ്. ഇനി അവിടെ പോകണമെന്ന് പറയുന്നുണ്ട്. നോക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെയും ബോംബെയിലെമാതിരി ഫോട്ടോ ഒക്കെ എടുക്കുന്ന പിള്ളേരുണ്ട്. ഇതിനകത്ത് ഫോട്ടോ എടുക്കുന്ന പയ്യനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബീച്ചിൻ്റെ കാഴ്ചകൾ. അപ്പോൾ
എവിടെ വേണ്ട, അത് റേറ്റ് കൂടുതലല്ല ചേട്ടാ. നമ്മൾ ഏതായാലും ഇവിടെ പോകുന്നുണ്ട് ആലപ്പുഴ. നമ്മൾ ഒന്ന് ഡിസ്കൗണ്ട് തരാം. വേണ്ട, നോക്കട്ടെ, ചോദിക്കട്ടെ, ഡിസ്കൗണ്ട് തരാം. നിങ്ങൾ വരി, നോക്കട്ടെ, ചോദിക്കട്ടെ. ആകാശേ, मैं बात करेगा. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കോവളത്തു നിന്നും CM നോട്ട് അല്ലേ? ഓക്കെ, താങ്ക് യു.